السلام عليكم ورحمة الله وبركاته. مختصر 41. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه. മത്തിന് വായിക്കുകയാണ്. وصدوره عن الموحد مثل أعشاب الصغيرة، ومعرفة حقيقته إما ظاهرة كما في قوله تعالى فما ربحت تجارتهم، وإما خفية كما في قولك سرتني رؤيتك ويزيدك وجهه حسنا إذا ما زدته نظرا. وأنكره السكاكي ذاهبا إلى أن ما مر استعارة بالكناية على أن المراد بالربيع الفاعل الحقيقي بقرينة نسبة الإنبات إليه، وعلى هذا القياس غيره. وفيه نظر، لأنه يستلزم أن يكون المراد بالعيشة في قوله تعالى في عيشة راضية صاحبها، وألا يكون الإضافة في نهب نهاره صائم لبطلان إضافة الشيء إلى نفسه، وألا يكون الأمر بالبناء لهامان وأن يتوقف نحو أنبت الربيع البقل على السمع. നാം പറഞ്ഞു വന്നത് ഖരീനത്ത് ഇമ്മാ ലാഹിറത്തുൻ, ഒരു പക്ഷേ ലാഹിറത്താണ് എന്നാണ് പറഞ്ഞത്. അല്ല, ഇമ്മാ ലഫ്ലിയത്തുൻ, ലാഹിറത്തുന്നല്ല. ഖരീനത്ത് വലാ ബുദ്ദ ലഹു മിൻ ഖരീനത്തിൻ. ലഫ്ലിയത്തിൻ അങ്ങനെയാണുള്ളത്. ലഫ്ലിയായ ഖരീനത്ത് ഔ മഅനവിയ്യത്തിൻ. അപ്പോൾ ലാ ബുദ്ദ ലഹു മിൻ ഖരീനത്തിൻ ലഫ്ലിയത്തിൻ ഔ മഅനവിയ്യത്തിൻ. മഅനവിയായ ഖരീനത്ത് ഏതുപോലെ? മുസ്നദോടുകൂടെ പറയപ്പെട്ട മുസ്നദ് ഇലൈഹിയിൽ ഫിഇലിന്റെ ഖിയാമു മുഹാലാകൽ പോലെ അഖ്ലൻ അഖ്ലിൽ ഔ ആദത്തിൽ എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് വസുദൂരിഹി, ഫിഇൽ ഉണ്ടാകൽ പോലെയും അല്ലെങ്കിൽ കലാം ഉണ്ടാകൽ പോലെ. അത്ഫുൻ അല ഇസ്തിഹാലത്തി, കസ്തിഹാലത്ത് ഖിയാമിൽ മുസ്നദി എന്നതിലുള്ള ഇസ്തിഹാലത്തിന്റെ മേൽ അത്ഫാണ്. അത്ഫുൻ അൽ ഇസ്തിഹാലത്തി, ഇസ്തിഹാലത്തി എന്നതിന്റെ മേൽ അത്ഫാണ്. ഔ കസുദൂരിൽ കലാമി, കലാമുണ്ടാകും പോലെ അനിൽ മുവഹിദി, ഒരു മുവഹിദിൽ നിന്ന്, ഒരു ഏകദൈവ വിശ്വാസിയായ ഒരു സുന്നിയിൽ നിന്ന് കലാമുണ്ടാകും പോലെ. മിസ്ലു അശാബ സഗീറ, അശാബ സഗീർ പോലത്തത് ഉണ്ടാകും പോലെ. എന്തെന്ന്? മിസ്ലു അശാബ സഗീർ പോലെ. അൽ ബൈത്ത്, കഴിഞ്ഞുപോയ ബൈത്താണത്. അശാബ സഗീറ വ അഫ്നൽ കബീറ എന്ന് മുമ്പ് കഴിഞ്ഞു പോയല്ലോ. കറുൽ ഖദാത്തി വ മറുൽ അശിയി, സഗീറിനെ നശിപ്പിച്ചു, നരപ്പിച്ചു, കബീറിനെ നശിപ്പിച്ചു. പ്രഭാതത്തിന്റെയും സായാഹ്നത്തിന്റെയും വരവും പോക്കും എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ നടപ്പ്, കാലത്തിന്റെ പോക്ക് വരവാണ് നരപ്പിച്ചതും നശിപ്പിച്ചതും എന്നാണ് ബൈത്തിൽ പറഞ്ഞത്. ഇതൊരു മുവഹിദ് പറയുമ്പോൾ അത് മജാസ് അഖ്ലിയാണ്. കാരണം മുവഹിദിന്റെ വിശ്വാസം എന്താണ്? നരപ്പിക്കലും നശിപ്പിക്കലും അല്ലാഹുവിന്റെ കഴിവിൽ മാത്രം പെട്ടതാണ്. അത് അല്ലാഹു അല്ലാത്തവർക്ക് സാധിക്കാത്തൊരു കാര്യമാണ്, നരപ്പിക്കലും നശിപ്പിക്കലും. എന്നിരിക്കെ കാലത്തിലേക്ക് ഇസ്നാദ് ചെയ്തു പറഞ്ഞു, അത് മജാസ് അഖ്ലിയാണ്. മജാസ് അഖ്ലിന്റെ ഷർത്തുകളെല്ലാം ഇവിടെ ഒത്തിട്ടുണ്ട്.
കാരണം വൈറുമാഹു വലുഹും ഫീലുമായിട്ട് ബന്ധമുണ്ട്. കറുൽ ഹദാത്തും മറുൽ അഷിയും നരപ്പിക്കലും നശിപ്പിക്കലുമായിട്ടെന്ത് ബന്ധമുണ്ട്? സമാനിയായ സമാനിലേക്കാണ് ഇസ്നാദ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മഅനവിയായ കരീനത്താണ്. ഏത് അമ്പത്തർ റബിയുൽ ബഖ്ല എന്നൊരു മുവഹിദ് പറഞ്ഞാലും അവിടെയും കരീനത്തെന്താണ്? മഅനവിയാത്തായ കരീനത്താണ്. ലാ യുഖാലു ഹാദാ ദാഖിലുൻ ഫിൽ ഇസ്തിഹാനത്തി, ഇത് നേരത്തെ പറഞ്ഞ മഅനവിയായ കരീനത്തിൽ പെടുമല്ലോ എന്നും പറയണ്ട. ഏത് മുസ്നദോടുകൂടെ പറയപ്പെട്ട മുസ്നദ് ഇലൈഹി, അതായത് അശാബ നിരപ്പിക്കൽ നശിപ്പിക്കൽ എന്ന ഈ ഫീല് കർറിലും ഖദാത്തിലും കായിമാവൽ മുഹാലാണല്ലോ. അപ്പൊ മുഹാലിൽ ഇസ്തിഹാലത്ത് എന്ന ആ മഅനവിയായ കരീനത്തിൽ ഇത് ഉൾപ്പെട്ടിരിക്കെ പിന്നെ എന്തിന് രണ്ടാമത് ഇത് പറഞ്ഞു? ഇത് അതിൽ ദാഖിലായിട്ടുണ്ടല്ലോ എന്ന് പറയണ്ട. കാരണം ലിഅന്നാ നഖൂലു, നമ്മൾ പറയും, ലാ നുസല്ലിമു ദാലിക സുദൂറുൽ കലാം അനിൽ മുവഹിദ്, ഈ അശാബ സഹീർ പോലത്തത് ഒരു മുവഹിദിൽ നിന്ന് ഉണ്ടാവൽ, അത് മുസ്നദ് ഇലൈഹി മുസ്നദ് ഇലൈഹിൽ കായിമാവൽ മുഹാലാണെന്ന് നേരത്തെ പറഞ്ഞ കരീനത്തിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ സമ്മതിക്കൂല. ലാ നുസല്ലിമു ദാലിക, ഇത് അതിൽ ദാഖിലാണ്, ഇസ്തിഹാലത്തിൽ ദാഖിലാണ് എന്നത് നമ്മൾ സമ്മതിക്കൂല. ഇത് മുഹാലല്ല. നമ്മൾ പറഞ്ഞ മുഹാൽ എന്താണ്? മുഹിക്കും മുബത്തിലും സമ്മതിക്കുന്ന മുഹാലാണ്. ഇത് മുബത്തില് സമ്മതിക്കാത്ത മുഹാല. ചില മുബത്തിലീങ്ങൾ കാലം തന്നെയാണ് നശിപ്പിക്കുന്നതും നിരപ്പിക്കുന്നതും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുക്കൽ ഇത് മുഹാലല്ല. നാം നേരത്തെ പറഞ്ഞ മുഹാല് അഖിലിയായ മുഹാലാണ്, ദറൂറിയായ മുഹാലാണ്. ഇത് ദറൂറിയായ മുഹാലല്ല. മുവഹിദിന്റെ അടുക്കൽ മുഹാലാണെങ്കിലും മുബത്തിലിന്റെ അടുക്കൽ ഇത് മുഹാലല്ലാത്തത് കൊണ്ട് ഇതിൽ ഈ ഇസ്തിഹാനത്തിൽ, അതായത് മുസ്നദ് ഇലൈഹിയിൽ മുസ്നദ് കായിമാവൽ മുഹാലാണെന്ന് നേരത്തെ പറഞ്ഞതിൽ ഇതിൽ ദാഖിലാവുകയില്ല. കാരണം ലാ നുസല്ലിമു ദാലിക കൈഫ, എങ്ങനെ സമ്മതിക്കും? വഖദ് ദഹബ ഇലൈഹി, ഈ മിസ്ലു അശാബ, ഈ അശാബ സഹീറ പോലത്തത്, അതായത് അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇസ്നാദ് ചെയ്തുകൊണ്ടുള്ള കലാം, അത് ഹക്കീക്കത്താണ് എന്നതിലേക്ക് പോയിട്ടുണ്ട്. കസീറും മിൻദവിൽ ഉഖൂൽ, ബുദ്ധിജീവികളിൽ നിന്ന് ധാരാളം പേർ ഇത് ഹക്കീക്കത്താണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖദ് ദഹബ ഇലൈഹി അശാബ സഗീറ വഅഫ്നൽ കബീറ കറുൽ ഖദാത്തി വമറുൽ അശിയി, അതുപോലത്തതിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ, മുവഹിദിന്റെ അടുക്കൽ അല്ലാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അതിനെ ഹക്കീക്കത്ത് അഖിലിയത്താക്കിയിട്ടുണ്ട്. അത് ഹക്കീക്കത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അഖിലിയായ മുഹാലാണെങ്കിൽ ബുദ്ധിജീവികൾ ഇത് ഹക്കീക്കത്താണെന്ന് പറയുകയില്ല. ഏത് സ്ഥിതിയിൽ? വഖദ് ദഹബ ഇലൈഹി, അശാബ സഗീർ പോലത്തതിലേക്ക് പോയിട്ടുണ്ട്. കസീറും മിൻദബിൽ ഉഖൂൽ, ബുദ്ധിജീവികളിൽ നിന്ന് ധാരാളം പേർ പോയിട്ടുണ്ട്. അതുകൊണ്ട് വഹിത്തജിന, നമ്മൾ ആവശ്യമായി ഫി ഇബ്താലിഹി, അവരുടെ ആ പോക്ക്, അവരുടെ ആ വിശ്വാസത്തെ ബാത്തിലാക്കുന്നതിൽ നമ്മൾ ആവശ്യമായി ദലീലിലേക്ക് ആവശ്യമാവേണ്ടി വന്നു. മുഹാലാണെങ്കിൽ അവരത് ഹക്കീക്കത്ത് അഖിലിയത്താണെന്ന് പറയുകയില്ല. അപ്പോൾ നമുക്ക് ബാത്തിലാക്കേണ്ട ആവശ്യവും വരികയില്ലായിരുന്നു. ബുദ്ധിജീവികൾ അത് ഹക്കീക്കത്ത് അഖിലിയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹക്കീക്കത്ത് അഖിലിയത്തല്ല എന്ന് സുബൂത്താക്കാൻ നമുക്ക് ദലീലും ആവശ്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വകസ്തിഹാലത്തി ഖിയാമിൽ മുസ്നദ് ബിൽ മദ്കൂരി എന്ന് പറഞ്ഞതിൽ
ഇത് ദാഖിലാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ മുവഹിദിൽ നിന്ന് ഇങ്ങനെയുള്ള കലാം ഉണ്ടാകൽ അത് കരീനത്താണ്. ഇവിടെ ഗൈറു മാ ഹുവ ലഹുവിലേക്കാണ് ഇസ്നാദ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. മറ്റ് മഅനവിയായ കരീനത്ത്, അഖിലിയായ മുഹാലാവൽ ഒരു മഅനവിയായ കരീനത്താണല്ലോ, അതിൽ ഇത് ദാഖിലായിട്ടില്ല. ഇത് മുഹാലാണെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടില്ല. മുവഹിദിന്റെ അടുക്കൽ മുഹാലാണെങ്കിലും മുബുത്തിലിന്റെ അടുക്കൽ, മുഹിക്കിന്റെ അടുക്കലേ ഇത് മുഹാലുള്ളൂ. മുബുത്തിലിന്റെ അടുക്കൽ ഇതെന്തല്ല, മുഹാലല്ല. നമ്മൾ പറഞ്ഞ മുഹാല് ദറൂരിയായ മുഹാലാണ്. മുഹിക്കും മുബുത്തിലും സമ്മതിക്കുന്ന മുഹാലാണ്. മജാസ് അഖ്ലിയിന്റെ ഹക്കീക്കത്തിനെ അറിയൽ മത്തനാണത്. ഇമ്മാ ലാഹിറത്തുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇമ്മാ ഖഫിയത്തുന്ന. ഒന്നിരിക്കൽ ലാഹിറത്താണ്, അല്ലെങ്കിൽ ഖഫിയത്താണ്. ഹക്കീക്കത്തിനെ അറിയൽ ഖഫിയല്ല. മജാസ് അഖ്ലിയാണെന്ന് മനസ്സിലാക്കിയവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഹക്കീക്കത്തുണ്ട് എന്നറിയാം. അത് ലാഹിറ് തന്നെയാണ്. പിന്നെ ഇവിടെ ഹക്കീക്കത്തിന് അറിയല്ലെന്ന് പറഞ്ഞതിന്റെ ലാഹിർ മുറാദല്ല. അതാണ് ശാരിഹ് റഹിമഹുല്ല പറയുന്നത്. ഇനി അന്നൽ ഫീല് എവിടെയുള്ള ഫീല് ഫിൽ മജാസിൽ അഖ്ലിയി, മജാസ് അഖ്ലിയിൽ ഉള്ള ഫീല് യജിബു അൻ യകൂന ലഹു ഫായിലുൻ, അതിന് ഒരു ഫായിൽ ഉണ്ടാവൽ നിർബന്ധമാണ്. മജാസ് അഖ്ലിയിൽ ഉള്ള ഫീല് അതിനൊരു ഫായിൽ ഉണ്ടാവൽ നിർബന്ധമാണ്. ഔ മഫ്ഊലും ബിഹി, അല്ലെങ്കിൽ മഫ്ഊല് ബിഹി ഉണ്ടാവണം മജ്ഹൂലായ ഫീലാണെങ്കിൽ. കാരണം അങ്ങനെ നമ്മൾ അൽഫീലൊക്കെ പറഞ്ഞിട്ടുണ്ടത്. വബഅദ ഫീലിൻ ഫായിലും ഫാഇൽ ലഹർ ഫഹുവ വഇല്ലാ ഫഅലമീറു ഇസ്തതർ. ഫീലിന്റെ പിറകെ ഒരു ഫായില് നിർബന്ധമാണ്. ഫൈൽ ലഹറ ഫഹുവ, ഫായിൽ ലാഹിറാണെങ്കിൽ അത് തന്നെ ഫായില്. ലാഹിറല്ലെങ്കിൽ ഫലമീറു ഇസ്തതറ, മുസ്തത്തിറായ ലമീർ ഫായിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഹക്കീക്കത്തിന് അറിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മുറാദ് ശാരിഹ് റഹിമഹുല്ല വിവരിക്കുന്നു. അന്നൽ ഫീല, തീർച്ചയായിട്ടും ഫീലാകുന്നത് ഫിൽ മജാസിൽ അഖ്ലിയി, മജാസ് അഖ്ലിയിലുള്ള ഫീല് യജിബു അൻ യകൂന ലഹു ഫായിലുൻ, അതിനൊരു ഫായിൽ ഉണ്ടാവൽ നിർബന്ധമാണ്. ഉദാഹരണം 50 റബീഉൽ ബഖല, അത് മജാസ് അഖ്ലിയാണ്. ഈ റബി എന്നുള്ളത് ഗൈറു മാ ഹുവ ലഹുവായ ഫായിലാണ്. അപ്പോൾ 50 എന്ന ഫീലിന് ഒരു ഒറിജിനൽ ഫായിൽ ഉണ്ടാവൽ നിർബന്ധ. ഈ മുളപ്പിക്കുന്ന യഥാർത്ഥത്തിലെ മുമ്പിത്ത് ഒരു ഒറിജിനൽ ഫായിൽ ഉണ്ടാവൽ നിർബന്ധമാണ്. ഔ മഫ്ഊലും ബിഹി, അലി മഫ്ഊല് ബിഹി ഉണ്ടാവൽ നിർബന്ധം. ഔ മഫ്ഊലും ബിഹി, അത് മജ്ഹൂലായ ഫീലിന് മഫ്ഊല് ബിഹി വേണമല്ലോ, അത് നിർബന്ധമാണ്. ളുരിബ, അടി കൊണ്ടവൻ അടി കൊണ്ടവനില്ലാതെ പിന്നെ ളുരിബ എന്ന് പറയാൻ പറ്റൂല. അവൻ അടിക്കപ്പെട്ടു എന്നല്ലേ, ഒരു മഫ്ഊല് ബിഹി ഉണ്ടാവൽ നിർബന്ധം. എങ്ങനത്തെ ഫായില് അല്ലെങ്കിൽ മഫ്ഊല് ബിഹി? ഇദാ ഉസ്നിദ ഇലൈഹി, ഫീലിനെ ആ ഫായിലിലേക്ക് അത് മഅറൂഫാകുമ്പോൾ, അല്ലെങ്കിൽ മഫ്ഊല് ബിഹിയിലേക്ക് അത് മജ്ഹൂലാകുമ്പോൾ ഇസ്നാദ് ചെയ്യപ്പെട്ടാൽ, ആ ഫായിലിലേക്കോ അല്ലെങ്കിൽ മഫ്ഊല് ബിഹിയിലേക്കോ ഫീലിനെ ഇസ്നാദ് ചെയ്താൽ യകൂനുൽ ഇസ്നാദു, ഇസ്നാദാകും. എന്താകും? യകൂനുൽ ഇസ്നാദു ഹഖീഖത്തൻ, ഇസ്നാദ് ഹഖീഖത്താകും. ഇസ്നാദ് ഹഖീഖത്താകും. അങ്ങനത്തെ ഒരു ഫായിലോ മഫ്ഊല് ബിഹി അല്ലെങ്കിൽ ഫായിലോ ഉണ്ടാവൽ നിർബന്ധമാണ്. ഫമഅരിഫത്തു ഫായിലിഹി, ആ ഫായിലിനെ അറിയൽ. അപ്പൊ ഫായിലിനെ അറിയലാണ് ഇവിടുത്തെ ലക്ഷ്യം, ഹഖീഖത്ത് അറിയലല്ല. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാഹുവ ലഹുവിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ട ആ ഫീല്, അതാണ് ഹഖീഖത്ത്. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫീലിനെ മാഹുവലഹുലേക്ക് ഇസ്നാദ് ചെയ്യല്. ഇവിടെ ഇസ്നാദ് ചെയ്യല് അല്ല, ഇവിടെ ആ ഇസ്നാദിനെ അറിയണം എന്നല്ല. മജാസ് അക്ലിയിൽ ഒരു ഫീലുണ്ടാകും, അല്ലെങ്കിൽ ഫീലിന്റെ മാനയുള്ള കലിമത്തുണ്ടാകും, അതിനൊരു ഒറിജിനൽ ഫായിലുണ്ടാകും. ആ ഫായിലിനെ അറിയൽ എന്നാണ് ലക്ഷ്യം. ഫമഅരിഫത്തു ഫായിലിഹി, ആ ഫീലിന്റെ മജാസ് അക്ലിയിലുള്ള ഫീലിന്റെ ഫായിലിനെ അറിയൽ. ഹക്കീക്കി ആ ഫായിലിനെ അറിയൽ. ഔ മഫൂലിഹി, അല്ലെങ്കിൽ മഫൂലിനെ അറിയൽ. എങ്ങനത്തെ ഫായില് അല്ലെങ്കിൽ മഫൂല്? ഇതാ അല്ലതി, എങ്ങനത്തെ ഫായില് അല്ലെങ്കിൽ എങ്ങനെയുള്ള മഫൂല്? ഇതാ ഉസ്നിദ ഇലൈഹി, ഫീലിന് അതിലേക്ക് ഇസ്നാദ് ചെയ്താൽ യകൂനുൽ ഇസ്നാദു ഹഖീഖത്തൻ, ഇസ്നാദ് എന്താകും? ഹഖീഖത്താകും. അങ്ങനെയുള്ള ഫായിലിനെ അറിയൽ അല്ലെങ്കിൽ മഫ്ഊല് ബിഹിയെ അറിയൽ, അത് ഇമ്മാ ലാഹിറത്തുൻ എന്നാണ്. അത് ലാഹിറത്താണ്. ആ അറിയൽ, ആ മഅരിഫത്ത് ലാഹിറത്താണ്. കമാ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗലിൽ ഉള്ളതുപോലെ ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭിച്ചില്ല. അത് എല്ലാവർക്കും ലാഹിറാണ്. അവരുടെ കച്ചവടം ലാഭിച്ചില്ല എന്ന് പറഞ്ഞ് അവര് ലാഭിച്ചില്ല അവരുടെ കച്ചവടത്തിൽ എന്നാണെന്ന് എല്ലാവർക്കും വേഗം ബോധ്യമാകും. ഇവിടെ തിജാറത്തിലേക്കാണ് ഇസ്നാദ് ചെയ്തത്. തിജാറത്ത് സബബാണ്, ലാഭത്തിനുള്ള സബബാണ്. അത് റബിഹ എന്ന ഫീലിന്റെ ഹക്കീക്കിയ ഫായിലല്ല. അപ്പോൾ റബിഹ എന്ന ഫീലിന്റെ ഹക്കീക്കിയ ഫായിൽ ആരാണ്? ഈ കച്ചവടം ചെയ്യുന്നവനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഐ ഫമാ റബിഹു ഫീ തിജാറത്തിഹിം എന്നാണ്. വഇമ്മാ ഖഫിയത്തുൻ, ആ അറിയൽ, ആ ഫായിലിനെ അറിയൽ ഒരുപക്ഷെ ഖഫിയത്തായിരിക്കും, അവ്യക്തമായതായിരിക്കും. പെട്ടെന്ന് അങ്ങോട്ട് ളുഹൂർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. ഈ മജാസ് അക്ലിയിലുള്ള ഫീലിന്റെ ഒറിജിനൽ ഫായിൽ ഏതാണെന്ന് ഒന്ന് അല്പനേരം കാത്തിരിക്കേണ്ടി വരും. ലാ തൽഹറു, ആ മഅരിഫത്ത്, ആ ഫായിലിനെ അറിയൽ ലാഹിറാവുക ഇല്ല ബഅദ നദറിൻ വ തഅമ്മുലി, ആലോചനയുടെയും ചിന്തയുടെയും ശേഷമല്ലാതെ. കമാ ഫീ ഖൗലിക, നിന്റെ ഖൗലിൽ ഉള്ളതുപോലെ സർവത്തിനി റുഇയത്തുക, സർവത്തിനി റുഇയത്തുക, നിന്നെ കാണൽ എന്നെ സന്തോഷിപ്പിച്ചു. അത് കാണല് സന്തോഷിപ്പിക്കുകയില്ല എന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് ഇത് മജാസ് അക്ലിയാണ്. എന്താ കരീനത്ത്? കരീനത്തെന്താണ്? സർവത്തിനി റുഇയത്തുക എന്ന് പറഞ്ഞോടത്ത് ഈ കാണൽ സന്തോഷിപ്പിക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോ റുഇയത്ത്, കാണൽ എന്നതിൽ സന്തോഷം കായിമാവൽ മുഹാലാണ്. അത് തന്നെയാണ് കരീനത്ത്. അതുകൊണ്ട് സർവത്തിന് റുഇയത്തുക എന്നുള്ളിടത്ത് അത് മജാസ് അക്ലിയാണ്. അപ്പോൾ ഇതിന്റെ ഹക്കീക്കിയായ ഫായില് കാണൽ എന്ന കാര്യം സന്തോഷിപ്പിക്കുകയില്ല. കാരണം എന്താണ്? സന്തോഷിപ്പിക്കൽ എന്നത് റുഇയത്തിൽ കായിമായ ഒരു കാര്യമല്ല. അപ്പോൾ അത് മുഹാലായതുകൊണ്ട് കരീനത്തെന്താണ്? സർവത്ത്, ഈ സന്തോഷിപ്പിക്കൽ എന്ന സംഗതി റുഇയത്തിൽ കായിമാവൽ മുഹാലായതുകൊണ്ട് ഇത് ഹക്കീക്കത്തല്ല, മജാസാണെന്ന് എല്ലാവരും സമ്മതിക്കും. അപ്പോൾ പിന്നെ ഈ സർവത്ത് എന്ന ഫീലിന്റെ ഫായില് ഏതാണ്? ഐ സർവനില്ലാഹൂന, അല്ലാഹു എന്നെ സന്തോഷിപ്പിച്ചു. ഇന്ദ റുഇയത്തിക, നിന്നെ കണ്ട സമയത്ത് അല്ലാഹു എന്നെ സന്തോഷിപ്പിച്ചു എന്നാണ്. ഇത് അല്ലാഹു ആണെന്ന് കുറച്ച് ആലോചിച്ചതിന്റെ ശേഷമേ കിട്ടുകയുള്ളൂ എന്നാണ് ഇപ്പൊ ഷാരിഹ് തങ്ങൾ പറയുന്നത്. വഖൗലിഹി, ഷായറിന്റെ ഖൗല് പോലെ, ശിഗ്റുൻ യസീദുക വജുഹുഹു ഹുസ്ന ഇദാ മാ സിത്തഹു നളറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. യസീദുക വജുഹുഹു,
യസീദുക്ക നിനക്ക് ജാസ്തിയാക്കുന്നു വജുഹുഹു അവന്റെ മുഖം. യസീദുക്ക നിനക്ക് ജാസ്തിയാക്കുന്നു വജുഹുഹു അവന്റെ മുഖം ജാസ്തിയാക്കുന്നു. ഒരാളുടെ മുഖം കൂടുതലാക്കുന്ന സംഗതിയല്ലല്ലോ, മുഖം കൂടുതലാക്കുന്നു. എപ്പോ? ഹുസ്നൻ ഭംഗിയെ. ഇദാ മാസിത്തഹു നളറ ആ മുഖത്തിലേക്ക് നോട്ടത്തിന് ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ആ നോട്ടം അവന്റെ മുഖം നിനക്ക് ഇങ്ങനെ ഭംഗിയെ വർദ്ധിപ്പിച്ചും കൊണ്ടേ ഇരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ മുഖം ഭംഗിയെ വർദ്ധിപ്പിക്കുക എന്നത് അത് മുഖത്തിൽ കായ്മായ ഒരു കാര്യമല്ല സിയാദത്ത് എന്ന പണി. അപ്പോ വജ്ഹിൽ സിയാദത്ത് വർദ്ധിപ്പിക്കൽ, ഭംഗിയെ വർദ്ധിപ്പിക്കൽ എന്ന കാര്യം ഈ വജ്ഹിൽ കായ്മാവൽ മുഹാലാണ്. അതൊക്കെ മഅനവിയ കരീനത്താണ് അവിടെ ഉള്ളത്. മഅനവിയ കരീനത്തുള്ളത് കൊണ്ട് ഇവിടെ യസീദു എന്ന ഫീലിന്റെ ഫായില് വജുഹുഹു, ഒറിജിനൽ ഫായില് വജുഹുഹു അല്ല, ഇത് മാഹുവലുഹുവായ ഫായിലല്ല എന്നതിന് കരീനത്തെന്താണ്? വജ്ഹിൽ കായ്മായ ഒരു കാര്യമല്ല സിയാദ് ഹുസ്നിനെ വർദ്ധിപ്പിക്കൽ എന്നത്. അപ്പോൾ പിന്നെ യസീദുക്ക എന്ന ഫീലിന്റെ ഹക്കീക്കിയ ഫായിൽ എന്താണ്? അത് യസീദുക്കല്ലാഹു ഹുസ്നൻ ഫീ വജ്ഹിഹി. അല്ലാഹു തആല നിനക്ക് ജാസ്തിയാക്കുന്നു ഭംഗിയെ ഫീ വജ്ഹിഹി അവന്റെ മുഖത്തിൽ. അവന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ഭംഗി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതെന്താ? ലിമാ ഔദഅഹു, ലിമാ ഒരു കാര്യത്തിന് വേണ്ടി, ഔദഅഹു ആ കാര്യത്തിന് അല്ലാഹു സൂക്ഷിച്ചിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. എന്താണ്? മിൻ ദഖായിഖിൽ ഹുസ്നി ആഴമേറിയതായ ഭംഗികളാല്, വൽ ജമാലി ചൊറുക്കുകളാലും, യൽഹറു ബഅദ തഅമ്മുലി വൽ ഇംആനി പരിചിന്തനത്തിന്റെ ശേഷവും ആലോചനയുടെ ശേഷവും ആണ് ആ ഹുസ്നും ജമാലും ലാഹിറാവുകയുള്ളൂ എന്നാ. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ജാസ്തിയാക്കുന്നത് ഭംഗിയെ. മുഖത്തിൽ അല്ലാഹു ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഹുസ്നും ജമാലും പിന്നെ നോട്ടം ഇങ്ങനെ ജാസ്തിയാക്കിയാൽ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ഇവിടെ ഈ യസീദു എന്ന ഫീലിന്റെ ഫായില് അത് അല്ലാഹു തആലയാണെന്ന് കുറച്ച് ആലോചിച്ചതിന്റെ ശേഷമേ മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. മഅരിഫത്തു ഹഖീഖ ഇമ്മ ഖഫിയത്തു ലാ തദ്ഹറു ഇല്ലാ ബഅദ നദഹിൻ. യസീദുക്കല്ലാഹു ഫീ വജ്ഹി, യസീദുക്കല്ലാഹു ഹുസ്നൻ ഫീ വജ്ഹിഹി എന്ന് പറഞ്ഞു. തദ്ഹറു ബഅദ തഅമ്മുലി വൽ ഇംആനി. ഈ തദ്ഹറു ഹുവ ബിത്താഇൽ മുസന്നാത്തി മിൻ ഫൗഖു ഫീ ബഅദി നുസ്ഖി ഐ തിൽക ദഖായിഖുൻ അൽ മൂദഅത്തു ഫീ, മുഖത്തിൽ സൂക്ഷിക്കപ്പെട്ട ആഴത്തിലുള്ള ഭംഗി അത് ലാഹിറ. വഫീ ബഅദിഹാ ബിൽ ജാഇൽ മുസന്നാത്തി മിൻ തഹത്തു അയ്യൽ ഹുസ്നു, ആ ഭംഗി വെളിവാകും ബഅദ തഅമ്മുൽ ചിന്തിച്ചതിന് ശേഷം. അപ്പൊ തദ്ഹറു എന്നും യൽഹറു എന്നും ലോകത്തിന്റെ ദസൂഖിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്? യസീദു എന്ന ഫീലിന്റെ ഫായിലു വജുഹുഹു അല്ലാതെ ലാഹിറാണ്. അപ്പൊ പിന്നെ യസീദുക്ക എന്ന ഫീലിനൊരു ഫായില് വേണം. കാരണം വബഅദ ഫീലിൻ ഫായിലുൻ ഫാഇൻ ലഹർ ഫഹുവ ഇല്ലാ ഫളമീറു ഇസ്തതർ ഫീലിന് ഫായില് വേണം. വഫീ ഹാദാ തഅലീലുൻ, മുസന്നിഫിന്റെ ഈ കൗലിൽ മഅരിഫത്തു ഹഖീഖത്തിഹി എന്ന കൗലിലുണ്ട് തഅലീലുൻ ബിശ്ശൈഖി അബ്ദുൽ ഖാഹിർ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളെ ആക്ഷേപിച്ചും കൊണ്ടുള്ള ഒരു സൂചനയുണ്ട്, തന്നെ ഒരു കുത്തിപ്പറയിലുണ്ട് ഈ വാക്കിൽ. വറദ്ദുൻ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ റദ്ദുമുണ്ട്.
എന്താണ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം? ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ബിത്തഅവ്വുലിൻ എന്ന് പറഞ്ഞല്ലോ മുമ്പ്. ബിത്തഅവ്വുലിൻ എന്ന് പറഞ്ഞോടത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബിത്തഅവ്വുലിൻ എന്ന് പറഞ്ഞു. അവിടെ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? വൈസ്നാദുഹു എന്ന് പറയട്ടെ. ഇവിടെ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം എന്താണ്? ഇവിടെ പറയുന്നു, ഹൈസു സഅമ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ വാദിച്ചതിന് വേണ്ടി, അന്നഹു ലാ യജിബു ഫിൽ മജാസിൽ അഖ്ലിയി. ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദമാണ്. അന്നഹു വറദ്ദുൻ അലൈഹി, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ മേൽ റദ്ദുമുണ്ട്. വമഅരിഫത്തു ഹഖീഖത്തിഹി എന്ന് പറഞ്ഞോടത്ത് എന്താണ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത്? ഹൈസു സഅമ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ വാദിച്ചതിന് വേണ്ടി, താൻ മനസ്സിലാക്കിയതിന് വേണ്ടി, അന്നഹു ലാ യജിബു ഫിൽ മജാസിൽ അഖ്ലിയി, മജാസ് അഖ്ലിയിൽ നിർബന്ധമില്ല, അൻ യകൂന ലിൽ ഫീലി ഫായിലുൻ, ഫീലിന് ഒരു ഫായിൽ ഉണ്ടാവൽ നിർബന്ധമില്ല എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം. അതാണ് ഇപ്പൊ മുസന്നിഫിന്റെ അഭിപ്രായത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം അതാണ്. ലാ യജിബു ഫിൽ മജാസിൽ അഖ്ലിയി, മജാസ് അഖ്ലിയിൽ വാജിബില്ല, അൻ യകൂന ലിൽ ഫീലി ഫായിലുൻ, ഫീലിന് ഒരു ഫായിൽ ഉണ്ടാവൽ നിർബന്ധമില്ല. എങ്ങനത്തെ ഫായില്? യകൂനുൽ ഇസ്നാദു ഇലൈഹി, ആ ഫായിലിലേക്കുള്ള ഇസ്നാദാകും ഹഖീഖത്തൻ, ഹഖീഖത്താകും. അങ്ങനത്തെ ഒരു ഫായിൽ ഉണ്ടാവൽ നിർബന്ധമില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ഫായിൽ ഉണ്ടാകാൻ പാടില്ല എന്നല്ല, ഫായിൽ ഉണ്ടാവൽ നിർബന്ധമില്ല എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം. ഫഇന്നഹു, എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറയുന്നു, എന്താ പറഞ്ഞത്? വഫീ ഹാദാ വമഅരിഫത്തു ഹഖീഖത്തിഹി എന്നതിലുണ്ട് തഅരീദുൻ ബിശ്ശൈഖ് അബ്ദുൽ ഖാഹിർ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ കലാമിലേക്ക് എതിർത്തും കൊണ്ടുള്ളൊരു സൂചനയുണ്ട്. വറദ്ദുൻ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ ഒരു റദ്ദുമുണ്ട്. എന്ത്? ഹൈസു സഅമ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ മനസ്സിലാക്കിയതിനു വേണ്ടി, അന്നഹു ലാ യജിബു, അദ്ദേഹം വാദിച്ചതിന് വേണ്ടി, എന്ത്? അന്നഹു ലാ യജിബു ഫിൽ മജാസിൽ അഖ്ലിയി, മജാസ് അഖ്ലിയിൽ നിർബന്ധമില്ല, അൻ യകൂന ലിൽ ഫീലി ഫായിലുൻ, ഫീലിന് ഫായിൽ ഉണ്ടാവൽ നിർബന്ധമില്ല. എങ്ങനത്തെ ഫായില്? യകൂനുൽ ഇസ്നാദു ഇലൈഹി, ആ ഫായിലിലേക്കുള്ള ഇസ്നാദ് ആകുന്നതാണ് ഹഖീഖത്തൻ, ഹഖീഖത്താകും. അങ്ങനെയുള്ളൊരു ഫായില് ഫീലിന് ഉണ്ടാവൽ നിർബന്ധം ഇല്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറയുന്നു, ഫഇന്നഹു ലൈസ ലി സർറത്തിനി ഫീ സർറത്തിനി റുഅയത്തുക, സർറത്തിനി റുഅയത്തുക എന്ന മജാസ് അഖ്ലിയിലുള്ള സർറത്തിനി എന്ന ഫീലിന് ഇല്ല. വലാലി യസീദുക ഫീ യസീദുക വജുഹുഹു ഹുസനൻ, യസീദുക വജുഹുഹു ഹുസനൻ എന്ന കലാമിലുള്ള യസീദുക എന്നതിനും ഇല്ലത്രേ ഫായിലുൻ, ഫായില് ഇല്ല പോൽ എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത്. എങ്ങനത്തെ ഫായില്? യകൂനുൽ ഇസ്നാദു ഇലൈഹി, ആ ഫായിലിലേക്കുള്ള ഇസ്നാദാവും ഹഖീഖത്തൻ, ഹഖീഖത്താകും. അങ്ങനെയുള്ള ഒരു ഫായില് ഇതിന് ഇല്ല. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത്. അതിനെ ഖണ്ഡിക്കാനാണ് മുസന്നിഫ് തങ്ങൾ വമഅരിഫത്തു ഹഖീഖത്തിഹി ഇമ്മാ ളാഹിറത്തുൻ വഇമ്മാ ഖഫിയ്യത്തുൻ എന്ന് പറഞ്ഞത് എന്നാണ് ശാരിഹ് തങ്ങൾ വിവരിക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം, സർവത്തിനി റുഅയത്തുക എന്ന മജാസ് അഖ്ലിയെ, ഈ സർവത്തിനി റുഅയത്തുക എന്നത് അതൊരു റുഅയത്ത് ഹഖീഖിയ ഫായിലല്ലല്ലോ.
എന്നാൽ സർറത്തിന് എന്ന ആ ഫീലിന് ഒരു ഹക്കീക്കിയായ ഫായിലി ഇല്ല. പിന്നെയോ ലാ യസീദുക്ക വജുഹുഹു എന്ന മജാസ് അക്ലിയിലുള്ള യസീദുക്ക എന്ന ഫീലിനും ഒരു ഫായിലില്ല, ഹക്കീക്കിയ ഫായിലില്ല. അതാണ് ഫഇന്നഹു ലൈസ ലി സർറത്തിന് എന്നതിന് ഇല്ല, ഫീ സർറത്തിന് റുഇയത്തുക, സർറത്തിന് റുഇയത്തുക എന്നതിലുള്ള സർറത്തിന് എന്നതിന് ഇല്ല. വലാലി യസീദുക ഫീ യസീദുക വജുഹുഹു ഹുസനൻ, യസീദുക വജുഹുഹു ഹുസനൻ എന്നതിലുള്ള യസീദുക എന്നതിനും ഇല്ല. ഫായിലും ഫായില് ഇല്ല. എങ്ങനെയുള്ള ഫായിലാണ്? യകൂനുൽ ഇസ്നാദു ഇലൈഹി, ആ ഫായിലിലേക്കുള്ള ഇസ്നാദാകുന്നതാണ് ഹക്കീക്കത്തൻ, ഹക്കീക്കത്താകും. വകദ അഖദമനി ബലദക ഹഖുല്ലി അലാ ഫുലാൻ, അഖദമനി എന്നെ മുന്നിടിച്ചു ബലദക്ക നിന്റെ നാട്ടിലേക്ക്, ഹഖുല്ലി എനിക്കുള്ള ഹക്ക് അലാ ഫുലാനിൻ, ഫുലാന്റെ മേലുള്ള എനിക്കുള്ള ഹക്കാണ്, എനിക്ക് തരാനുള്ള ഹക്കാണ് നിന്റെ നാട്ടിലേക്ക് എന്നെ മുന്നിടിച്ചത് എന്ന് പറയും. ഇവിടെ അഖദമനിന്റെ ഫായില് ഹക്കാണ് എന്ന മജാസിയായ ഫായില് ഹക്ക്. ഈ ഹക്ക് കാരണമായിട്ടാണ്, സബബിലേക്ക് ഇസ്നാദാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഫായിലില്ല എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നത്. അതായത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ വാദം ഇവരൊരു സന്തോഷിപ്പിക്കൽ, സർവത്തിനെ റുഇയത്തുക എന്നുള്ളതോ സന്തോഷിപ്പിക്കൽ എന്ന കാര്യം അവിടെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു വർദ്ധിപ്പിക്കൽ, ഭംഗിയെ വർദ്ധിപ്പിക്കൽ എന്നൊരു കാര്യവും അവിടെ നടന്നിട്ടില്ല. അഖദമനി ബലദക്ക ഒരു മുന്നിടിക്കുന്ന കാര്യവും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഒരു എഴുത്തിബാരിയായ ഫീലുകളാണ് അതെല്ലാം. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ വാദം. സർവത്തിനി റുഇയത്തുക നിന്നെ കാണൽ എന്നെ സന്തോഷിപ്പിച്ചു എന്ന ഒരു സന്തോഷിപ്പിക്കൽ എന്ന കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടേ ഇല്ല. പിന്നെന്തിനത് പറഞ്ഞു? അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? നിന്നെ കണ്ട സമയത്തിൽ ഞാൻ സന്തോഷിച്ചു എന്നാണ്. അതിനാണ് ഒരു ഹക്കീക്കത്ത് അതിനുണ്ട്. പക്ഷെ സർവത്തിന് എന്ന ഫീലിന് ഫായിലില്ലാന്നേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്നല്ലാതെ സർവത്തിന് റുഇയത്തുക എന്നതിന് ഒരു ഹക്കീക്കത്ത് ഇല്ല എന്നും അതിനൊരു യഥാർത്ഥ കലാമി ഇല്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ വാദിക്കുന്നില്ല. അവിടെ ഉള്ളതെന്താണ്? നിന്നെ കണ്ട സമയത്തിൽ ഞാൻ സന്തോഷിച്ചു. ഒരു ലാസിമായ ഫീലാണ് അവിടെ ഉള്ളത്, മുത്തഅദ്ദിയായ ഫീലല്ല. പിന്നെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഈ കാണൽ എന്ന സംഗതിക്ക് സന്തോഷിക്കാനുള്ള സബബിയത്തിൽ കൂടുതൽ ശക്തി ഉള്ളതുകൊണ്ട്, കൂടുതൽ ദഖലുള്ളതുകൊണ്ട് കാണൽ സന്തോഷിപ്പിച്ചു എന്നാണ് പറഞ്ഞതാണ്. സംഗതി അവിടെ സന്തോഷിപ്പിക്കൽ ഉണ്ടായിട്ടില്ല, സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷം അവിടെ സംഭവിച്ചു വന്നെത്തി. സന്തോഷം വന്നെത്തി എന്ന് കേട്ടില്ലേ? അത് സന്തോഷം വന്നെത്തുകയാണ് ചെയ്തത് ഈ കണ്ടപ്പോൾ. അപ്പോ റുഇയത്ത്, ഈ കാണൽ എന്ന സംഗതിക്ക് സന്തോഷിക്കാനുള്ള ഈ സംഭവത്തിന്, സന്തോഷിക്കൽ എന്ന കാര്യത്തിന് കൂടുതൽ ദഖലുണ്ടായതുകൊണ്ട് കാണൽ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അവർ സന്തോഷിപ്പിക്കൽ എന്ന കാര്യം നടന്നിട്ടില്ല. സന്തോഷിപ്പിക്കൽ ഉണ്ടെങ്കിലല്ലേ ഫായിൽ ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇല്ലാത്ത ഫീലിന് ഇല്ലാത്ത ഫായില് ഉണ്ടാവുകയില്ല. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ വാദം. അതുപോലെ തന്നെ യസീദുക വജുഹുഹു, അവന്റെ മുഖം നിനക്ക് ജാസ്തിയാക്കും. മുഖം ജാസ്തിയാക്കണില്ല. അവിടെ ഒരു മുഖം എന്ന മുഖം അവിടെ എന്താകണില്ല. മുഖവും അല്ലാത്തതും ആരും തന്നെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കൽ എന്ന പണി അവിടെ നടത്തുന്നില്ല. പിന്നെന്താണ്? വർധനവുണ്ടായിട്ടുണ്ട്. ഹുസ്നിന്റെ വർധനവ് ഇയാൾക്കുണ്ടായിട്ടുണ്ട്. അത് മുഖമാണ് അതിന്റെ കാരണം. അതുകൊണ്ട് മുഖം ജാസ്തിയാക്കി എന്ന് പറഞ്ഞതാണ്. വർദ്ധിപ്പിക്കൽ എന്ന പണി അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് യസീദുക എന്നതിന് ഒരു ഹഖീഖയ ഫായിൽ, ഇല്ലാത്ത ഫായിൽ ഉണ്ടാവുകയില്ല. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ വാദം.
അതുപോലെ തന്നെ അക്തമനി പലതക്ക ഹക്കുല്ലി അലാ ഫുലാൻ, ഇത് മജാസ് അഖിലിയാണ്. എനിക്ക് തരാനുള്ള ഹക്കാണ് നിന്റെ നാട്ടിലേക്ക് എന്നെ മുന്നിടിച്ചത്. ഇവിടെ ഒരു ഇഖ്ദാം, ഒരു മുന്നിടിക്കൽ എന്ന കാര്യം അവിടെ നടന്നിട്ടില്ല. നടക്കാത്ത ഫീലിന് ഇല്ലാത്ത ഫീലിന് ഇല്ലാത്ത ഫായിലുണ്ടാവുകയില്ലല്ലോ. അതാണ് ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞത്. പിന്നെ അവിടെ ഉണ്ടായതെന്താണ്? ഞാൻ മുന്നിട്ടു എന്നാണ്. ലാസിമായ ഫീൽ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഫായിലുമുണ്ട്. ഈ കലാമുകൾക്കെല്ലാം ഒരു ഹക്കീക്കത്ത് യാഥാർത്ഥ്യം ഉണ്ട് എന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ പറയുന്നു. ആ യാഥാർത്ഥ്യമായ ആ ഹക്കീക്കത്തായ കലാമിലേക്ക് ഫായിലും ഉണ്ട് എന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നുണ്ട്. മജാസ് അഖ്ലിയിൽ ഉള്ള സർവത്തിനി പോലെയുള്ള ഉദാഹരണങ്ങൾ യസീദുക്ക അക്ദമനി, ഈ അക്ദമക്ക് ഫായിലില്ല എന്നാ പറയുന്നത്. ഇവിടെ മുസന്നിഫിന്റെ വാദം മജാസ് അഖ്ലിയിൽ പറഞ്ഞ ഫീലിന് ഫായിലുണ്ട് എന്നാ. ആ ഫായില് ഒരു പക്ഷേ ലാഹിറാണ്, അല്ലെങ്കിൽ ഖഫിയാണ്. ആ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്താൽ ഹക്കീക്കത്താകും എന്ന് മുസന്നിഫ് തങ്ങളുടെ വാദം എങ്കിൽ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നു, ചില മജാസ് അഖ്ലിയിലുള്ള ചില ഫീലുകൾക്ക് ഫായിലുണ്ടാവുകയില്ല. കാരണം ഫീല് ഇഅ്തിബാരിയായിരിക്കും, ഹക്കീക്കിയായ ഫീലാവണമെന്നില്ല. ഫീലിന് വജൂദില്ലാത്തത് കൊണ്ട് ഫായിലുണ്ടാവുകയില്ല. അതേസമയത്ത് അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടാകും, അതിന് ഫായിലും ഉണ്ടാകും എന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നുണ്ട്. പോട്ടെ, അപ്പോൾ ഫായില് വേണം എന്നാണ് മുസന്നിഫ് തങ്ങൾ പറയുന്നത്. ഫായിലും ഉണ്ടാകും. ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നു എല്ലാ ഫീലിനും ഫായിലുണ്ടാവുകയില്ല. ചില ഫീലുകൾ ഈറ്റിബാരിയായ ഫീലുകളായിരിക്കും. അതിന് ചില കാരണങ്ങൾ ഉണ്ടാവും ആ ഫീലുകളെ ഉപയോഗിക്കാൻ. അവിടെ മുത്തക്കല്ലിമിന്റെ മഖ്സൂദ് സർവത്തിന് റുഇയത്തുക എന്ന് പറഞ്ഞോർത്ത് സന്തോഷിപ്പിക്കലല്ല, എനിക്ക് സന്തോഷം ഉണ്ടായിന്നേ അവിടെ അർത്ഥമുള്ളൂ. അതുപോലെ തന്നെ എന്റെ ഹക്ക് മുന്നിടിച്ചു എന്ന് പറഞ്ഞാൽ ഹക്കാണ്, ഞാൻ ഇവിടെ വരാനുള്ള കാരണം, ഞാൻ മുന്നിടാനുള്ള കാരണം ഹക്കാണ് എന്നാണ് ഇവിടെ മുത്തക്കല്ലിമിന്റെ മഖ്സൂദ്. അതുപോലെ തന്നെ മുഖം ജാസ്തിയാക്കും എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം മുഖം കാരണമായിട്ട് വർധനവുണ്ടാവും, വർദ്ധിപ്പിക്കൽ അവിടെ നടന്നിട്ടില്ല എന്നാണ് മുത്തക്കല്ലിമിന്റെ മുറാദ്. ഇതാണ് ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മജാസ് അഖ്ലിയിൽ ഉള്ള എല്ലാ ഫീലുകൾക്കും ഫായിൽ ഉണ്ടാവൽ നിർബന്ധമില്ല. ഫായിൽ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. ഇതിനൊരു ഹക്കീക്കത്ത് ഇല്ല എന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നില്ല. വഇത്റല അലൈഹി, ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ മേൽ ഇത്റാലാക്കി അൽ ഇമാമു ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഇത്റാലാക്കിയിട്ടുണ്ട്. അതാണ് ഇത്റാലാക്കാൻ കാരണം എന്താണ്? അന്നൽ ഫിഇല ലാ ബുദ്ദ അൻ യകൂന ലഹു ഫാഇലുൻ ഹഖീഖത്തൻ, ഫിഇലിന് ഹഖീഖത്തിൽ ഒരു ഫാഇൽ ഉണ്ടാകൽ കൂടാതെ കഴിയുകയില്ല. ലിംതിനായി സുദൂരിൽ ഫിഇലി, ഇതാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നത്. ഇത്റാലാക്കിയത് ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ മേൽ. വഇത്റല അലൈഹി, ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ മേൽ ഇത്റാൽ കൊണ്ടുവന്നു ആര്? അൽ ഇമാമു ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് എന്നവർ. എന്താ? അന്നൽ ഫിഇല ലാ ബുദ്ദ അൻ യകൂന ലഹു ഫാഇലുൻ, ഫീലിനൊരു ഫായില് കൂടാതെ കഴിയുകയില്ല ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ. ലിംതിനാഇ സുദൂരിൽ ഫിഇലി, ഫീലുണ്ടാകൽ മുംതനി ആയതിനു വേണ്ടി, ലാ അൻ ഫായിലിൻ, ഫായിലിൽ നിന്നല്ലാതെ. ഒരു ഫായിലില്ലാതെ ഫീലുണ്ടാവൂല. മുമ്പ് ഫായിലിന് പറയണ്ടേന്ന് തർക്കണ്ടായി. ഫായിലുണ്ടായത് രണ്ടു കൂട്ടർക്ക് ഉറപ്പാ. തലാക്ക് ചൊല്ലി, ആര് ചൊല്ലി എന്ന് പറയാത്തതുകൊണ്ട് തലാക്ക് പോകൂല എന്നൊരു ചർച്ച മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ടല്ലോ, എല്ലാ ഉസ്താദുമാർക്കും അറിയാം. അതല്ല, അവിടെ ഫായിലുണ്ട്. കലാമിൽ ഫായിലിനെ പറഞ്ഞിട്ടില്ല. ഭാര്യാമാതാവിനോട് വളവരം മുസ്തഫന്റെ തലാക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ ലാ അൻ ഫായിലിൻ, ഒരു ഫായിലിൽ നിന്നല്ലാതെ ഫീലുണ്ടാവൽ മുംതനി ആയതിനു വേണ്ടി. ഫഹുവ ഫായില് ഇൻകാന, ആ ഫായിലാണെങ്കിൽ ഇൻകാന മാ ഉസ്നിദ ഇലൈഹിൽ ഫീലു, അതിലേക്കാണ് ഫീലിനെ ഇസ്നാദ് ചെയ്യപ്പെട്ടതെങ്കിൽ ഫലാ മജാസ, അപ്പൊ മജാസില്ല. അപ്പോൾ എന്തില്ല?
മജാസില്ല ലിംതിനായി സുദൂരിൽ ഫീലി ലാ അൻ ഫായിലിൻ ഹുവ ഫായില് ഇൻകാനമാ ഉസ്നിദലിഹി അതിലേക്കാണ് ഇസ്നാദ് ചെയ്യപ്പെട്ടതെങ്കിൽ എന്തിനാൽ ഫീലിന് ഫലാ മജാസ അപ്പ മജാസില്ല വയില്ല ആ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്തിട്ടില്ലെങ്കിലോ ഫയുംകിനു തഖ്ദീറുഹു ഫായിലിനെ സങ്കല്പിക്കൽ ഇംകാനുണ്ട്. അവിടെ ഫയുംകിനു തഖ്ദീറുഹു എന്നല്ല പറയേണ്ടത് അല്ലൗല അൻ യഖൂല വയില്ല ഫലാ ബുദ്ദ മിൻ തഖ്ദീരിഹി അതിനെ തഖ്ദീർ കൂടാതെ കഴിയുകയില്ല. വസഅമ സാഹിബുൽ മിഫ്താഹി സാഹിബുൽ ഇഫ്താഹ് മനസ്സിലാക്കി എന്താ മനസ്സിലാക്കിയത്? സക്കാക്കി അന്ന ഇത്തിറാദൽ ഇമാമി ഹഖ്ഖുൻ ഇമാമിന്റെ ഇത്തിറാദ് ഹഖ്ഖാണ്. വ അന്ന ഫാഇല ഹാദിഹിൽ അഫ്ആലി ഈ ഫീലുകളുടെ ഫായില് ഹുവല്ലാഹു തആലയാണ്. അല്ലാഹു തആലയാണ്. സക്കാക്കി പറഞ്ഞത് ഫീൽ ഉണ്ടായെങ്കിലല്ലേ ഫായിൽ ഉണ്ടാവുള്ളൂ. സക്കാക്കി പറഞ്ഞത് സന്തോഷിപ്പിക്കൽ എന്നൊരു കാര്യം അവിടെ നടന്നിട്ടില്ല. ഇക്താമു മുന്നിടിക്കൽ അക്തമനി ബലതക്കാന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു മുന്നിടിക്കൽ നടന്നിട്ടില്ല. മുഖത്തിന്റെ വർദ്ധിപ്പിക്കൽ നടന്നിട്ടില്ല. അവിടെ ഉണ്ടായത് വർധനവാണ്, സന്തോഷമാണ്, മുന്നിടലാണ്. അതിന് ഫായിലുമുണ്ട്. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ വാദം. അപ്പൊ സക്കാക്കി മുസന്നിഫും സക്കാക്കിയും ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ല മുസന്നിഫ് തങ്ങളും ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുമ സക്കാക്കിയും ഒക്കെ അതിന് ഫായിലുണ്ട് എന്നും അതൊരു ഹഖീഖിയ ഫീലാണെന്നും ഇക്താമും സന്തോഷിപ്പിക്കലും മുന്നിടിക്കലും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കലും അവിടെ നടന്നിട്ടുണ്ടെന്നും അതിന്റെ ഫായില് അല്ലാഹു ആണെന്നും ആണ് ഇവരുടെ വാദം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ വാദം അതല്ല. വഅന്ന ഷെയ്ഖ് തങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ ലം യഅരിഫ് ഹഖീഖത്തഹ ആ ഫീലുകളുടെ ഹഖീഖത്ത് മനസ്സിലാക്കിയിട്ടില്ല. ലിഖഫാഇഹ അത് ഖഫി ആയതിനു വേണ്ടി. ഫതബിഅഹുൽ മുസന്നിഫ് സക്കാക്കിയോട് താബിആയി. വഫീ ദന്നി എന്റെ ദന്ന് പ്രകാരം എന്റെ ദന്നില് ഷാരിഹി റഹിമഹുല്ലാ പറയാണ് അന്ന ഹാദാ തകല്ലുഫൻ ഇതൊക്കെ കുറെ കെട്ടിച്ചമച്ച് പറയലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളെടുക്കൽ. വൽ ഹഖ്ഖു മാ ദക്കറഹു ഷെയ്ഖു ഹഖ് എന്താണ് ഷെയ്ഖ് പറഞ്ഞതാണെന്ന ഷെയ്ഖ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതാണ് ആരുടെ വാദം? ആര് പറയുന്നത്? പിന്നെ നമ്മുടെ അല്ലാമ തബ്താസാനി റഹിമഹുല്ലാ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.